നമ്മൾ ശ്രീനഗർ സീരീസിൻ്റെ ഭാഗമായിട്ട് കാശ്മീർ സീരീസിൻ്റെ ഭാഗമായിട്ട് ശ്രീനഗറിൽ നിന്ന് ഫ്ലൈറ്റ് നേരെ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളിനി ഡൽഹി ടു ട്രിവാൻഡ്രം വരെയുള്ള നെക്സ്റ്റ് ഫ്ലൈറ്റ് ജേണിയാണ് ഗൈസ് നമ്മളിനി അടുത്ത സെഷൻ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലഗേജസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ലഗേജസ് ഇപ്പം വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ലഗേജ് റയാന് ഈ ലഗേജിന് വേണ്ടി അടിയാണ്. അപ്പോൾ ഇത്രയും ലഗേജുമായിട്ട് നമ്മൾ ശ്രീനഗറിന് ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് നേരെ നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ് ഗൈസ്. ഇത് നമ്മുടെ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ആ ഒരു ഗേറ്റാണ്. ഗേറ്റിൽ ഇഷ്ടംപോലെ ഓൺലൈൻ ടാക്സി സർവീസിലുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രണ്ടിലോ പ്രീപെയ്ഡ് ടാക്സി സർവീസും അല്ലാതെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഡയൽ ഏവിയേഷൻ സെക്യൂരിറ്റി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമുക്ക് ടെർമിനൽ 2ലാണ് ഇറങ്ങിയത്. ടെർമിനൽ 3 വേണം നമുക്ക് യാത്ര തിരിക്കേണ്ടത്. 10 മിനിറ്റോളം നടക്കേണ്ട യാത്രയാണ് ടെർമിനൽ 3. വലിയ എയർപോർട്ടാണ് കേട്ടോ. ടെർമിനൽ 1, 2, 3 ഒക്കെ മൂന്ന് സ്ഥലത്തായിട്ടാണ് ഡൽഹി എയർപോർട്ട് ചിന്നിച്ചിതറി കിടക്കുന്നത്. എല്ലാവരും വരുന്നുണ്ട്. അമിതാ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ടെർമിനൽ 3 പോകാം. ഇത് ഡൽഹിയിലെ ഇൻ്റർനാഷണൽ ടെർമിനൽ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴേക്കും ഡൊമസ്റ്റിക് എത്തും. ടെർമിനൽ 3 ആണ്. ടെർമിനൽ 3 നമ്മൾ ടെർമിനൽ 2 ഇറങ്ങിയിട്ട് നേരെ ടെർമിനൽ 3 വന്നു ഇൻ്റർനാഷണൽ. അങ്ങനെ നമ്മൾ ഡൽഹി ഡൊമസ്റ്റിക് ടെർമിനലിൽ എത്തിയിട്ടുണ്ട്. നേരെ അകത്തോട്ട് കയറുക. നല്ല ക്രൗഡാണ് കേട്ടോ, രക്ഷയില്ലാത്ത ക്രൗഡ്. ശരി, ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് പോവുകയാണല്ലേ? അപ്പം ഇതാന്നിപ്പുണ്ട്, മമ്മി ഇതായിപ്പുണ്ട്. നമ്മുടെ ഡൽഹി എയർപോർട്ടിലാണ് വേൾഡ് ലാർജസ്റ്റ് വുഡൻ ചർക്ക ഉള്ളത്. കണ്ടോ, വേൾഡ് ലാർജസ്റ്റ് വുഡൻ ചർക്ക. അവിടെ ഹിസ്റ്ററി ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ക്യൂ കിട്ടിയിട്ടുണ്ട് കയറാൻ വേണ്ടി. കറങ്ങി തിരിഞ്ഞ് മനുഷ്യൻ്റെ അടപ്പുള്ള ഡേയ്സ്. സെക്യൂരിറ്റി ചെക്കിൻ്റെ എല്ലാം കഴിഞ്ഞ് അകത്തോട്ട് വന്നിട്ടുണ്ട്. 21-25 എയർ ഇന്ത്യ നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ 829 അടക്കണം. ലാസ്റ്റ് 829 FG. നമ്മളിനി അടുത്ത എയർ ഇന്ത്യ സർവീസാണ്. എയർ ഇന്ത്യ സർവീസ് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്, അതും ഫാമിലിയായിട്ട് നമ്മൾ യാത്ര ചെയ്യുക. ഇന്ത്യക്കോ വലിയ പ്രശ്നമില്ലായിരുന്നു. എയർ ഇന്ത്യ എൻട്രി F-ഉം G-യും. അപ്പോൾ ഇതുവഴി വേണം നമുക്ക് കയറേണ്ടത്. അതിന് അസ്രിൻ ദാ വരുന്നുണ്ട്, മമ്മി ദാ വരുന്നുണ്ട്, റയാൻ. എയർ ഇന്ത്യയുടെ കൗണ്ടർ നിൽക്കുകയാണ്. 1 മണിക്കൂറായിട്ട് നിൽക്കുകയാണ്. ഒന്നും നടക്കുന്നില്ല, സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പേര് ക്യൂ നിൽക്കുന്നുണ്ട്. സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് 27 മുതൽ 62 ഗേറ്റ് ഉള്ളത് ടോട്ടലായിട്ട്. അപ്പോൾ നമ്മുടെ ഗേറ്റ് വന്നിട്ട് 34B ആണ്. നേരെ പോകണം സ്ട്രൈറ്റ് ആയിട്ട്. ഇവിടെയാണ് സെക്യൂരിറ്റി ചെക്കിംഗ് നടക്കാം. അപ്പോൾ 34Bയിലോട്ടാണ് പോകേണ്ടത് കേട്ടോ. വലിയ എയർപോർട്ടാണ്. നടന്ന് പരിപ്പളവും. നേരെ അങ്ങോട്ട് പോകാം. 27-62 ലെഫ്റ്റ് സൈഡാണ്. നടന്ന് എത്തിയില്ല. 29-36 നേരെ സ്ട്രൈറ്റ് ആയിട്ടാണ് പോകേണ്ടത്. 34B ആണ് നമ്മുടെ ഗേറ്റ്. 34B AI 829 ഉള്ളതാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമുക്ക് കയറാൻ സമയമായിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. നമ്മുടെ ടിക്കറ്റ് സംഭവം സമയമായിട്ടുണ്ട്. 9:25 ഫ്ലൈറ്റ്. അരമണിക്കൂർ മുമ്പേ കയറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നസറിൻ റെഡിയാണോ? ദാ വാപ്പതാ വരുന്നുണ്ട്, തസുദ വരുന്നുണ്ട്. റയാൻ, ആർ യു റെഡി? ഇങ്ങോട്ട് നോക്കി പറ. തസുദ പോകുന്നുണ്ട്, മമ്മി ദാ വരുന്നതേ ഉള്ളൂ. നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ ഇതിനടുത്ത ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. എയർ ഇന്ത്യയുടെ AI 829 എന്ന് പറയുന്ന ഫ്ലൈറ്റിൽ. ഓക്കെ, ഇപ്പോൾ ഞാനും ഫാമിലി ആയിട്ടുള്ള ഡൽഹി ടു ട്രിവാൻഡ്രം വരെ ഉള്ള ഒരു എയർ ഇന്ത്യ ട്രിപ്പാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. മമ്മി ഇതാ ഓടി വരുന്നുണ്ട്. പോവാം, ഇങ്ങോട്ടോക്കടാ. ഇങ്ങോട്ടോക്ക്. നമ്മളിതാ അതിനടുത്ത് നേരെ കയറാൻ പോവാണ്. ഇങ്ങോട്ടോക്ക്. ഓക്കെ, പോട്ടെ. ഇങ്ങോട്ടോക്ക്. ആ ഓക്കെ.
എയർ ഇന്ത്യയുടെ AI829 എന്ന് പറയുന്ന ഫ്ലൈറ്റിലാണ് നമ്മുടെ യാത്ര ട്രിവാൻഡ്രത്തോട്ട്. അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് കയറുകയാണ്. താങ്ക് യു. അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് കയറുകയാണ്. എക്സ്ക്യൂസ് മീ. 14 നമ്മളെ സീറ്റ് കയറി വന്നു. കയറി ഇരുവാ. ഇത് തന്നെ 14. ഇങ്ങോട്ടോ. തുറക്കാനാ? डिटेक्टर्स लगे हैं। यात्रा के दौरान मोबाइल फोन या अन्य छोटे इलेक्ट्रॉनिक उपकरण जैसे कि ई रीडर्स का उपयोग फ्लाइट मोड में किया जा सकता है, लेकिन आपकी और आपके सहयात्रियों की सुरक्षा പടിയിറങ്ങിയ കൊച്ചു പിടിച്ചിട്ടുണ്ട്.